ഹായ് ഓൾ, മൈസെൽഫ് അശ്വതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ച പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ പോയ്സൺസ് റേഷ്യോ ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് എ മെറ്റീരിയൽ whose modulus of elasticity is 200 gigapascal and modulus of rigidity is 80 gigapascal. A 2 meter long rod of 40 mm diameter made with the same material is stressed by 2.5 mm under some axial load. Find the lateral contraction. 4 മാർക്ക് 2019 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. Given data നോക്കാം. യങ്സ് മോഡുലസ് E equal to 200 gigapascal. ന്യൂട്ടൺ പെർ mm സ്ക്വയർ ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 200 into 10⁹ divided by 10⁶ ചെയ്യുമ്പോൾ 2 into 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ദെൻ മോഡുലസ് ഓഫ് റിജിഡിറ്റി C equal to 80 gigapascal. ന്യൂട്ടൺ പെർ mm സ്ക്വയർ ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 80 into 10⁹ divided by 10⁶ ചെയ്യുമ്പോൾ 80 into 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ലെങ്ത് L equal to 2 meter. ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 2 into 10⁵. ഡയമീറ്റർ D equal to 40 mm. ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ L equal to 2.5 mm. ദെൻ സ്ട്രെയിൻ E equal to ഡെൽറ്റ L by L. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 2 into 10⁵ ചെയ്യുമ്പോൾ 1.25 into 10⁻⁻3. നമുക്കറിയാം യങ്സ് മോഡുലസ് E equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ദെൻ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു യങ്സ് മോഡുലസ് E into സ്ട്രെയിൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 10⁵ into 1.25 into 10⁻⁻3. സോൾവ് ചെയ്യുമ്പോൾ 250 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ദെൻ മ്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് E equal to 2c into 1 plus mu എന്ന റിലേഷൻ അറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 10⁵ ഈക്വൽ ടു 2 into 80 into 10�3 into 1 plus mu. സോൾവ് ചെയ്യുമ്പോൾ 1 plus mu ഈക്വൽ ടു 1.25, mu ഈക്വൽ ടു 0.25 എന്ന് കിട്ടും. ദെൻ ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു മൈനസ് മ്യൂ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -0.25 into 1.25 into 10⁻⁻3. സോൾവ് ചെയ്യുമ്പോൾ -3.125 into 10⁻⁻4. ദെൻ നമുക്ക് യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻ അറിയാം. E equal to 3k into 1 minus 2 mu. ദെൻ k equal to E by 3 into 1 minus 2 mu. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 10⁵ divided by 3 into 1 minus 2 into 0.25. സോൾവ് ചെയ്യുമ്പോൾ 133.33 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എ ബ്രാസ് ബാർ ഓഫ് 25 mm diameter is enclosed in a steel tube of 25 mm internal diameter and 50 mm external diameter. Both of them are 1 meter long at room temperature and fastened rigidly to each other at the ends. If the room temperature is 20 degrees Celsius, find to what temperature the assembly should be heated so as to generate a compressive stress of 48.7 meganewton per meter square in brass. What is the stress in steel at this temperature? Assume ES equal to 200 giganewton per meter square, EB equal to 100 giganewton per meter square, alpha S equal to 11.6 into 10⁻⁻6 per degree centigrade, and alpha B equal to 18.7 into 10⁻⁻6 per degree centigrade. 8 മാർക്ക് 2019 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. DB equal to 25 mm. In external diameter of steel bar equal to 50 mm. Internal diameter of steel bar equal to 25 mm. Then length of steel bar and length of brass tube is 1 meter. ലെങ്ത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1 into 10⁻3. ദെൻ ടെമ്പറേച്ചർ T equal to 20 degree Celsius. സിഗ്മ B equal to 48.7 meganewton per meter square.
ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 48.7 ഇൻറ്റു 10⁶ ഡിവൈഡ് ബൈ 10⁶ ചെയ്യുമ്പോൾ 48.7 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഇ എസ് ഈക്വൽ ടു 200 ഗിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 200 ഇൻറ്റു 10⁹ ഡിവൈഡഡ് ബൈ 10⁶ ചെയ്യുമ്പോൾ 200 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ദെൻ ഇ ബി ഈക്വൽ ടു 100 ഗിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 ഇൻറ്റു 10⁹ ഡിവൈഡഡ് ബൈ 10⁶ ചെയ്യുമ്പോൾ 100 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. ആൽഫ എസ് ഈക്വൽ ടു 11.6 ഇൻറ്റു 10⁻⁻6 per degree centigrade. ആൽഫ ബി ഈക്വൽ ടു 18.7 ഇൻറ്റു 10⁻⁻6 per degree centigrade. ഏരിയ ഓഫ് ബ്രാസ് ട്യൂബ് ഈക്വൽ ടു π/4 ഇൻറ്റു ഡി ബി സ്ക്വയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π/4 ഇൻറ്റു 25 സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ 490.874 mm സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഏരിയ ഓഫ് സ്റ്റീൽ ബാർ ഈക്വൽ ടു π/4 ഇൻറ്റു എക്സ്റ്റേണൽ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ സ്ക്വയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π/4 ഇൻറ്റു 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ 1471.622 mm സ്ക്വയർ എന്ന് കിട്ടും. ലോഡ് ഇൻ സ്റ്റീൽ ട്യൂബ് ഈക്വൽ ടു ലോഡ് ഇൻ ബ്രാസ് ട്യൂബ്. ഡെൽറ്റ എൽ എസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബി. ദെൻ ഡെൽറ്റ എൽ എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൽഫ എസ് ഇൻറ്റു ടി ഇൻറ്റു എൽ പ്ലസ് സിഗ്മ എസ് ബൈ ഇ എസ് ഇൻറ്റു എൽ. ഡെൽറ്റ എൽ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൽഫ ബി ഇൻറ്റു ടി ഇൻറ്റു എൽ മൈനസ് സിഗ്മ ബി ബൈ ഇ ബി ഇൻറ്റു എൽ. Length of brass tube and steel rod are same, therefore L can be cancelled. Then alpha S into T plus sigma S divided by ES equal to alpha B into T minus sigma B divided by EB. Value substitute ചെയ്യുമ്പോൾ 11.6 into 10⁻⁻6 into 20 plus sigma S divided by 200 into 10⁻³ equal to 18.7 into 10⁻⁻6 into 20 minus 48.7 divided by 100 into 10⁻³. Then equation reduce ചെയ്യുമ്പോൾ 11.6 into 10⁻⁻6 into 20 plus sigma S divided by 200 into 10⁻³ equal to minus 1.13 into 10⁻⁻4. സോൾവ് ചെയ്യുമ്പോൾ സിഗ്മ എസ് ഈക്വൽ ടു -69 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് കംപ്രസീവ് സ്ട്രെസ്. Third question, a vertically suspended bar with a collar at lower end has 30 mm diameter. If a tensile load of 7500 Newton is applied gradually, it produces an extension of 0.3 mm. Determine the height from which this load should be dropped to produce a maximum stress of 95 Newton per mm square. Assume Young's modulus E equal to 200 gigapascal. 9 മാർക്ക് 2019 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. ഡയമീറ്റർ ഡി ഈക്വൽ ടു 30 mm, ലോഡ് പി ഈക്വൽ ടു 7500 ന്യൂട്ടൺ, ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഈക്വൽ ടു 0.3 mm, സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു 95 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. യങ്സ് മോഡുലസ് ഇ ഈക്വൽ ടു 200 ഗിഗാപാസ്കൽ. ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 200 ഇൻറ്റു 10⁻⁹ ഡിവൈഡഡ് ബൈ 10⁻⁶ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഏരിയ ഈക്വൽ ടു π/4 ഡി സ്ക്വയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π/4 ഇൻറ്റു 30 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ 706.858 mm സ്ക്വയർ എന്ന് കിട്ടും. സ്ട്രെയിൻ ഇ ഈക്വൽ ടു സിഗ്മ ബൈ ഇ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 95 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁵. സോൾവ് ചെയ്യുമ്പോൾ 4.75 ഇൻറ്റു 10⁻⁻4 എന്ന് കിട്ടും. ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നറിയാം. ദെൻ ഒറിജിനൽ ലെങ്ത് എൽ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ ഇ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.3 ഡിവൈഡഡ് ബൈ 4.75 ഇൻറ്റു 10⁻⁻4. സോൾവ് ചെയ്യുമ്പോൾ 61.579 mm എന്ന് കിട്ടും. സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു പി ബൈ എ ഇൻറ്റു 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 ഇ എ ഡിവൈഡഡ് ബൈ പി എൽ.
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 95 ഈക്വൽ ടു 7500 ഡിവൈഡഡ് ബൈ 706.858 ഇൻറ്റു 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 10⁵ ഇൻറ്റു 706.858 ഇൻറ്റു h ഡിവൈഡഡ് ബൈ 7500 ഇൻറ്റു 631.579. റെഡ്യൂസ് ചെയ്യുമ്പോൾ 95 ഈക്വൽ ടു 10.610 ഇൻറ്റു 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 59.69 h. ദെൻ റൂട്ട് കളയാൻ ഹോൾ സ്ക്വയർ ചെയ്യുന്നു. 95 സ്ക്വയർ ഈക്വൽ ടു 112.5721 ഇൻറ്റു 1 പ്ലസ് 59.69 h. സോൾവ് ചെയ്യുമ്പോൾ h ഈക്വൽ ടു 1.309 mm എന്ന് കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ റോഡ് ഈസ് 2 meter long at a temperature of 10 degrees Celsius. Find the expansion of the road when the temperature is raised to 80 degrees Celsius. If this expansion is prevented, find the stress induced in the material of the road. Take E equal to 1 into 10⁵ Newton per mm square and alpha equal to 0.000012 per degree centigrade. 5 മാർക്ക് 2020 സെപ്റ്റംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. L ഈക്വൽ ടു 2 മീറ്റർ, ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 2 ഇൻറ്റു 10⁻3. T1 ഈക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ്, T2 ഈക്വൽ ടു 80 ഡിഗ്രി സെൽഷ്യസ്, T ഈക്വൽ ടു മോഡുലസ് ഓഫ് T1 മൈനസ് T2. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് 10 മൈനസ് 80 ചെയ്യുമ്പോൾ 70 എന്ന് കിട്ടും. E ഈക്വൽ ടു 1 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ, ആൽഫ ഈക്വൽ ടു 0.000012 per degree centigrade. DL equal to alpha TL. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.000012 ഇൻറ്റു 70 ഇൻറ്റു 2 ഇൻറ്റു 10⁻3. സോൾവ് ചെയ്യുമ്പോൾ 1.68 mm എന്ന് കിട്ടും. ദെൻ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ആൽഫ ടി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.000012 ഇൻറ്റു 70 ഇൻറ്റു 1 ഇൻറ്റു 10⁵. സോൾവ് ചെയ്യുമ്പോൾ 84 Newton per mm സ്ക്വയർ എന്ന് കിട്ടും. First question, the composite bar shown in the figure is rigidly fixed at the ends A and B. Determine the reactions developed at the ends when temperature is raised by 25 degrees Celsius. Given ECU equal to 140 kilonewton per mm square, ES equal to 200 kilonewton per mm square, alpha CU equal to 17.5 into 10⁻6 per degree centigrade, alpha S equal to 12 into 10⁻6 per degree centigrade. ഇതാണ് ഗിവൺ ഫിഗർ. 10 മാർക്ക് 2019 മെയിലെ ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റാസ് നോക്കാം. ഏരിയ ഓഫ് കോപ്പർ ബാർ ഈക്വൽ ടു 600 mm സ്ക്വയർ, ഏരിയ ഓഫ് സ്റ്റീൽ ബാർ ഈക്വൽ ടു 400 mm സ്ക്വയർ, ലെങ്ത് ഓഫ് കോപ്പർ ബാർ ഈക്വൽ ടു 1.5 മീറ്റർ. ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1.5 ഇൻറ്റു 10⁻3. ദെൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ ഈക്വൽ ടു 3 മീറ്റർ. ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 3 ഇൻറ്റു 10⁻3. CU ഈക്വൽ ടു 140 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ന്യൂട്ടൺ പെർ mm സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 140 ഇൻറ്റു 10⁻3. ES ഈക്വൽ ടു 200 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ന്യൂട്ടൺ പെർ mm സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 200 ഇൻറ്റു 10⁻3 ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ആൽഫ CU ഈക്വൽ ടു 17.5 ഇൻറ്റു 10⁻6 per degree centigrade. Alpha S equal to 12 into 10⁻6 per degree centigrade. Temperature equal to 25 degree centigrade. ലോഡ് ഇൻ സ്റ്റീൽ ബാർ ഈക്വൽ ടു ലോഡ് ഇൻ കോപ്പർ ബാർ ആണ്. ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ ഇൻറ്റു എ, ദാറ്റ് ഈസ് സിഗ്മ എസ് എ എസ് ഈക്വൽ ടു സിഗ്മ CU എ CU. ദെൻ ഏരിയയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 400 സിഗ്മ എസ് ഈക്വൽ ടു 600 സിഗ്മ CU. സിഗ്മ എസ് ഈക്വൽ ടു 600 ബൈ 400 സിഗ്മ CU ചെയ്യുമ്പോൾ 1.5 സിഗ്മ CU എന്ന് കിട്ടും. Then total elongation equal to elongation in steel bar plus elongation in copper bar.
ദെൻ ഇലോങ്ങേഷൻ ഇൻ സ്റ്റീൽ ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൽഫ എസ് ഇൻറ്റു ടി ഇൻറ്റു എൽ എസ്. ഇലോങ്ങേഷൻ ഇൻ കോപ്പർ ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൽഫ സി യു ഇൻറ്റു ടി ഇൻറ്റു എൽ സി യു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 1.556 mm എന്ന് കിട്ടും. Then total elongation equal to elongation in steel bar plus elongation in copper bar. Total elongation value 1.56 equal to elongation in steel bar calculate ചെയ്യാൻ sigma s divided by es into ls plus elongation in copper bar calculate ചെയ്യാൻ sigma cu divided by ecu into lcu. Value substitute ചെയ്യുമ്പോൾ 1.5 sigma cu divided by 2 into 10 raised to 5 into 3 into 10 raised to 3 plus sigma cu divided by 1.40 into 10 raised to 5 into 1.5 into 10 raised to 3. സോൾവ് ചെയ്യുമ്പോൾ 0.03321 sigma cu എന്ന് കിട്ടും. Then cu equal to 1.556 divided by 0.03321. സോൾവ് ചെയ്യുമ്പോൾ 46.85 Newton per mm square എന്ന് കിട്ടും. Then sigma s equal to 1.5 sigma cu. Value substitute ചെയ്യുമ്പോൾ 1.5 into 46.85. സോൾവ് ചെയ്യുമ്പോൾ 17.275 Newton per mm square എന്ന് കിട്ടും. Second question. Define bulk modulus. Calculate change in volume of cubical block of side 120 mm subject to a hydrostatic pressure of 70 megapascal. Take Poisson's ratio 0.28 and Young's modulus 200 gigapascal. 5 മാർക്ക് 2019 മെയിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. L ഈക്വൽ ടു 120 mm. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. ദെൻ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു 70 മെഗാപാസ്കൽ. ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 17 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 10�6 ചെയ്യുമ്പോൾ 70 Newton per mm square എന്ന് കിട്ടും. Then Young's modulus E equal to 200 gigapascal. Newton per mm squareലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 200 ഇൻറ്റു 10�9 ഡിവൈഡഡ് ബൈ 10�6. സോൾവ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10⁵ Newton per mm square എന്ന് കിട്ടും. Mu equal to 0.28. ഏരിയ ഈക്വൽ ടു L സ്ക്വയർ, ദാറ്റ് ഈസ് 120 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ 14400 mm square എന്ന് കിട്ടും. വോളിയം ഈക്വൽ ടു L ക്യൂബ്, ദാറ്റ് ഈസ് 120 ക്യൂബ്. സോൾവ് ചെയ്യുമ്പോൾ 1728000 mm ക്യൂബ് എന്ന് കിട്ടും. ദെൻ ബൾക്ക് മോഡുലസ് K ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 0.28. സോൾവ് ചെയ്യുമ്പോൾ 1.515 ഇൻറ്റു 10⁵ Newton per mm square എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം ബൾക്ക് മോഡുലസ് K ഈക്വൽ ടു സ്ട്രെസ് ബൈ വോളമെട്രിക് സ്ട്രെയിൻ, ദാറ്റ് ഈസ് സിഗ്മ ബൈ EV. Then volumetric strain EV equal to sigma by K. Value substitute ചെയ്യുമ്പോൾ 70 divided by 1.515 into 10⁵. സോൾവ് ചെയ്യുമ്പോൾ 4.62 into 10⁻⁻4 എന്ന് കിട്ടും. Then volumetric strain EV equal to change in volume by original volume. Then change in volume dV equal to volumetric strain EV into original volume V. Value substitute ചെയ്യുമ്പോൾ dV equal to 4.62 into 10⁻⁻4 into 1728000 equal to 798.336 mm cube എന്ന് കിട്ടും.